അനുഭവം നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയാം. അവരുടെ പ്രശ്നം എങ്ങനെയായിരുന്നു? അവരുടെ കുടുംബത്തില് അവര് എത്ര നോക്കിയിട്ട് അവർക്ക് കല്യാണം കഴിക്കുന്നവർക്ക് ആർക്കും മക്കളുണ്ടാകുന്നില്ല. മൂത്തയാള് കല്യാണം കഴിച്ചു, അവർക്ക് മക്കളില്ല. രണ്ടാമത്തെ ആള് കല്യാണം കഴിച്ചു, മക്കളില്ല. മൂന്നാമത്തെ ആള് കല്യാണം കഴിച്ചു, മക്കളില്ല. അങ്ങനെ കുടുംബത്തിൽ വലിയ സങ്കടമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കണം, ആർക്കും മക്കളുണ്ടാകണില്ല. അങ്ങനെ ഇരിക്കുമ്പോ അവര് ഒരു കാര്യം ചെയ്തു. ജിഷ ഒരുപക്ഷെ ഇവിടെ ഉണ്ടായിരിക്കും. ജിഷ കർത്താവിന് പ്രിയപ്പെട്ടൊരു മകളാണ്. ആ കുടുംബം കർത്താവിന് പ്രിയപ്പെട്ടൊരു കുടുംബമാണ് ജിഷയുടെ കുടുംബം. ജിഷ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നാൽ മതി, വരണ്ട. അവരെന്ത് ചെയ്തു? അതിരമ്പുഴയിൽ ഇതുപോലെ കൺവെൻഷൻ നടക്കണേ കേട്ടു. അപ്പൊ അവർക്ക് ഇങ്ങനത്തെ കൺവെൻഷൻ കൂടിയുള്ള ഒരു ഇതൊന്നും എന്താ എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഇങ്ങനെ ആളുകൾ പറഞ്ഞു, ഇതേ പോയാൽ കർത്താവ് അനുഗ്രഹിക്കും. അങ്ങനെ വന്നു. ഒരു ദിവസം ഒച്ചര നേരെ പറ്റി കൂടിയുള്ളൂ. അപ്പൊ കർത്താവിന്റെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഒരു ബ്ലൗസിങ് കൊടുത്തു. മക്കളില്ലാത്ത കുടുംബങ്ങൾക്ക് മക്കൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. കൊടുത്തു. ഞാൻ പാലാ രൂപതയിൽ നിന്നും വരുന്നു. ഞാൻ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. എൻ്റെ വീട്ടിൽ 4 മക്കളാണ്. ഞങ്ങൾ 3 പേരുടെ വിവാഹം കഴിഞ്ഞിട്ടും ആർക്കും മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ആർക്കും മക്കളുണ്ടാകുന്നില്ല. ദൈവമേ, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 11 വർഷമായി. കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായിട്ട് ഇവർക്കും മക്കളുണ്ടാകണില്ല. കഴിഞ്ഞ വർഷം അതിരമ്പുഴയിൽ നടന്ന അഭിഷേകാഗ്നി ധ്യാനത്തില് ഞാൻ പങ്കെടുക്കാൻ വന്നു. കഴിഞ്ഞ വർഷം ഇവരിവിടെ വന്ന് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ച്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, വട്ടായിലച്ഛന്റെ പ്രസംഗത്തില് ആ വർഷം ഒത്തിരി മക്കളില്ലാത്ത ദമ്പതികൾക്ക് ദൈവം മക്കളെ നൽകുന്ന അനുഭവമുണ്ട്, നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മക്കളില്ലാത്ത ദമ്പതികളോട് കരഞ്ഞു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. കൂടാതെ ഇവിടെ മക്കൾ ദൈവത്തിന് ദാനം എന്നൊരു കാസറ്റ് ഉണ്ട്, അതുകൂടി വാങ്ങിക്കണം. നിങ്ങൾ നൽകുന്ന ദൈവം എന്നൊരു കാസറ്റ് ഉണ്ട് ഇവിടെ ആ ബസ്സില്. അത് വാങ്ങിച്ചിടയ്ക്ക് ഇടയ്ക്കിട്ട് പ്രാർത്ഥിച്ച് കൂടണം എന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞാൻ ആ കാസറ്റ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി അന്ന് വൈകുന്നേരം CD പ്ലെയറിൽ ഇടുകയും ആ വചന ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവാനുഗ്രഹത്താൽ ആ മാസം തന്നെ എനിക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകാൻ പോകുന്നു. ആ മാസം തന്നെ പകരണ്ടായി. സ്തുതിക്കുന്നു നാഥാ നിൻ ശക്തിയെ, വാഴ്ത്തുന്നു നാഥാ നിൻ നാമത്തെ. സ്തുതിക്കുന്നു നാഥാ നിൻ ശക്തിയെ, വാഴ്ത്തുന്നു നാഥാ നിൻ നാമത്തെ. എണ്ണിയാ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നേശു മാത്രമല്ലോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട നോക്ക്, ഒരു കുടുംബത്തിന്റെ ദുഃഖം നോക്കി. ആ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുമ്പം ആ 3 പേർക്ക് മക്കളില്ല. അപ്പൊ അവര് ഈ ചേച്ചി 11 വർഷമായിട്ട് ഈ ചേച്ചിക്ക് മക്കളില്ല. പക്ഷെ അവർ വിശ്വസിച്ചു. പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷകൾ സമയത്ത് കെട്ടുകൾ അഴിച്ച് ബന്ധനങ്ങൾ അഴിക്കാനായിട്ടുള്ള പവർ പൗരോഹിത്യ ശുശ്രൂഷകളിൽ കർത്താവ് നൽകിയിട്ടുണ്ടെന്ന് വിശ്വസിച്ച് ആ സ്റ്റേജിൽ പറഞ്ഞ നിർദ്ദേശങ്ങളെ അവർ സ്വീകരിച്ചു. നമ്മുടെ കുടുംബങ്ങളിൽ അനുഗ്രഹം പ്രാപിക്കാതിരിക്കാനുള്ള ഒരു കാരണം, അച്ഛൻ എന്ത് പറയണം അത് മനസ്സുകൊണ്ട് അപ്പൊ തന്നെ നിഷേധിക്കും, അങ്ങനെ തട്ടിക്കളയും. അങ്ങനെ തട്ടിക്കളഞ്ഞാൽ പിന്നെ അവിടെ കൃപ പ്രവർത്തിക്കില്ല. കർത്താവ് പറഞ്ഞിരിങ്ങനെയാണ്, നിങ്ങൾ സമാധാനം കൊടുക്കുക, ഇത് സ്വീകരിക്കുന്ന ആത്മാവ് അവിടെ ഉണ്ടെങ്കിൽ അത് അവിടെ അത്ഭുതമായി മാറും, ഇല്ലെങ്കിൽ അത് തിരിച്ച് പള്ളിയിലേക്ക് തന്നെ പോന്നോളും. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇവരത് സ്വീകരിച്ചു. ഒരച്ഛനൊരു കാസറ്റ് വാങ്ങാൻ പറഞ്ഞു. ആ കാസറ്റിൽ ഇട്ടപ്പോൾ അവർ പ്രാർത്ഥിക്കാനായിട്ട് മക്കളെ നൽകുന്ന ദൈവം എന്നുള്ള കാസറ്റില് കുട്ടികളില്ലാത്ത കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ചില നിർദ്ദേശം കൊടുക്കും. ആ കാസറ്റിൽ പറയണത് പോലും അവരനുസരിച്ച് അതുപോലെ കൈ ഉയർത്തി പ്രാർത്ഥിച്ച് ദൈവം അവരങ്ങനെ അനുഗ്രഹിച്ചു. ഒരു വൈദികന്റെ സ്വരത്തിന് വില കൊടുത്തപ്പോ അവരുടെ കുടുംബത്തിലെ ദുഃഖങ്ങൾ ആ വൈദികന്റെ ശുശ്രൂഷ വഴി നീങ്ങാൻ ദൈവം അങ്ങനെ ഇടവരുത്തി. അതാണ് 2 ദിനവൃത്താന്തം 20-ാം വാക്യം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയം കൈവരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിലെ പല പ്രശ്നങ്ങളും മാറാൻ ഔഷധമാണ് ഒരു വൈദികന്റെ വാക്ക്. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെയും നമ്മുടെ സാമ്പത്തിക മേഖലയിലെയും പലതരത്തിലുള്ള ദുരിതങ്ങളും ദുരന്തങ്ങളും നീങ്ങിപ്പോകാനുള്ള അത്ഭുത പ്രൊട്ടക്ഷനാണ് ഒരു വൈദികന്റെ വാക്ക്. ഇത് സാത്താൻ അറിയാവുന്നത് കൊണ്ട് ആ പ്രൊട്ടക്ഷൻ, ആ ഔഷധം, ആ മെഡിസിൻ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ സ്ഥാപനത്തിൽ അത് ഫലിക്കാതിരിക്കാൻ വേണ്ടി ആ വൈദികനെ നിഷേധിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ സാത്താൻ പല കളവചനങ്ങളും വിതയ്ക്കും. അപ്പൊ നമ്മൾക്ക് അറിയാതെ തന്നെ വൈദികൻ നമ്മൾ നിഷേധിക്കും. അപ്പൊ എന്താവും? ആ വൈദികന്റെ ശുശ്രൂഷ കൊണ്ട് നമ്മുടെ കുടുംബത്തിന് 5 പൈസയുടെ ഉപകാരം ഇല്ലാതെയായി മാറും. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു അച്ഛനെ ദൈവം ഉയർത്തുമ്പോൾ എത്രയോ കാലങ്ങൾ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ നിരന്തരമായ നടത്തിപ്പും കഴിഞ്ഞിട്ട് ഒരു അച്ഛൻ നമ്മുടെ പള്ളിയിൽ വരണത്.
10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെയാണ് അച്ഛൻ ഉണ്ടാണെന്ന് വിചാരിക്കരുത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം തെരഞ്ഞെടുത്ത ഒരാളെ ദൈവം കാണുന്നുണ്ട്. ദൈവം ആ ആൾക്ക് വേണ്ടി ദൈവം നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ ആ ദൈവം ആ ആളെ നോക്കി ആ പ്രായത്തിന് ആ ഡെഡിക്കേഷന് സമർപ്പണത്തിന് സമയം വരുമ്പോൾ ആളെ കുടുംബത്തിൽ നിന്ന് വേർപെടുത്തി കൊണ്ടുപോവുകയാണ്. പിന്നെ നിരന്തരം ദൈവത്തിന്റെ കൂടെ നിർത്തി പരിശീലിപ്പിക്കുകയാണ് ഒരുപാട് മണ്ഡലങ്ങളിലൂടെ. അങ്ങനെ നടന്ന് അങ്ങനെ ഒരുപാട് കാലങ്ങൾ ദൈവം ഒരുക്കിയതിന് ശേഷമാണ് നമ്മുടെ പള്ളിയിൽ ഒരച്ഛൻ എത്തുന്നത്. നമുക്കത് വലിയ വിലയൊന്നും തോന്നണില്ല. കാരണം അതിനെക്കുറിച്ച് കൊറിന്തോസ് ലേഖനത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്: ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അത് ഗ്രഹിക്കാനും അവന് സാധ്യമല്ല. 1 കൊറിന്തോസ് 2-ാം അധ്യായം 14-ാമത്തെ തിരുലിഖിതം. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധ്യമല്ല. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഒരു വൈദികനിലൂടെ നമ്മുടെ കുടുംബത്തിലെ പല പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു വൈദികന് ദൈവം വെച്ചിരിക്കുന്ന മറ്റൊരു കൃപയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അവിടെ യേശു തന്റെ 12 പേരെയും അടുത്ത് വിളിച്ച് ഒരു പ്രത്യേക അധികാരം അവർക്ക് കൊടുക്കുകയാണ്. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അവൻ 12 പേരെയും അടുത്ത് വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ഒന്ന് വായിച്ചേ, ഉറക്കെ വായിച്ചേ. അവൻ 12 പേരെയും വിളിച്ച് അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും ദാനമായി അവൻ അവരെ അയച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു വൈദികന് ദൈവം കൊടുത്തിരുന്ന മറ്റൊരു പ്രത്യേക അഭിഷേകമാണ് പിശാചുക്കളെ ബന്ധിക്കാനുള്ള അഭിഷേകം. ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു ഉപകരണത്തിൽ ചില വാഹനങ്ങളുണ്ട് എപ്പോഴും അപകടം വരുന്ന വാഹനങ്ങൾ. ഒരു അച്ഛനെ വിളിച്ചൊന്ന് വെഞ്ചരിപ്പിച്ചു കഴിഞ്ഞാൽ ആ കേടങ്ങ് മാറും. ചില വാഹനങ്ങൾ, ഞാൻ അട്ടപ്പാടി ചില വാഹനം എന്നും എലി കയറി കടിച്ച് വയറ് കളയും, വാഹനത്തിന്റെ വയർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബന്ധിച്ച് പിന്നെ ഒറ്റ എലിക്ക് ആ പരിസരത്തേക്ക് വരാൻ പറ്റാനില്ല. ബന്ധിച്ച് അതിനെ പുറത്താക്കാനുള്ള ഒരു അധികാരം എലി മാത്രമല്ല, എല്ലാ പീഡകളെയും ആട്ടിപ്പായിക്കാനുള്ള അധികാരം ഒരു വൈദികന്റെ ശുശ്രൂഷയിൽ കർത്താവ് കൂട്ടിച്ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഒരു വൈദികരുടെ ധ്യാന ശുശ്രൂഷ അട്ടപ്പാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചച്ഛന്റെ അനുഭവം പറഞ്ഞു. കൊച്ചച്ഛന്റെ പള്ളിയിൽ കൊച്ചച്ഛനെ ഇരിക്കുകയാണ്. അപ്പോൾ 10-20 പേര് ചേർന്ന് ഒരു ചേട്ടനെ പിടിച്ച് ഈ അച്ഛന്റെ അടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഇതിന് വേണ്ടി അച്ഛനൊരു ശുശ്രൂഷ ചെയ്യണം. അച്ഛൻ ഈ കൊച്ചച്ഛൻ ഈ ചേട്ടനോട് സംസാരിച്ച് എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോൾ ചേട്ടന്റെ വിഷയം എങ്ങനെയാണ്, ആരോ ഒരാൾ ചേട്ടനെതിരെ കൂടോത്രം ചെയ്തപ്പോൾ ചേട്ടന്റെ ബുദ്ധി കെട്ടപ്പെട്ട് മൂകനായി മാറി. മാത്രമല്ല, ആ ശത്രുവിന്റെ വീട്ടിൽ കുറച്ച് ചാക്ക് കുരുമുളക് ചുമന്നുകൊണ്ട് ഇട്ട് കൊടുക്കണമെന്ന് ചേട്ടന് തോന്നാൻ തുടങ്ങി. അതിന് കാരണം ഇതാണ്, അയാളുടെ വീട്ടിൽ നിന്ന് കുറെ ചാക്ക് കുരുമുളക് മോഷണം പോയ ദിവസം തന്നെ ഈ ചേട്ടൻ കുറച്ച് കുരുമുളക് വിറ്റു. അപ്പൊ അവര് ഈ ചേട്ടനാണ് കുരുമുളക് കട്ടയെന്ന് വിചാരിച്ച് കാഞ്ഞങ്ങാട് പോയി അവിടെ വലിയൊരു ഉഗ്രമൂർത്തിയുടെ അടുത്ത് എന്തോ കൂടോത്ര മന്ത്രവാദം ചെയ്ത് ഈ ചേട്ടനെതിരെ കുട്ടിച്ചാത്തന്മാരെയൊക്കെ അയച്ച്. അപ്പോ കുറെ കാലം കഴിയുമ്പോൾ ചേട്ടൻ സംസാരം ഇല്ലാത്തവനായി മൂകനായി. ചേട്ടൻ പറയാണ്, നമുക്ക് കുറച്ച് കുരുമുളക് വാങ്ങി അവിടെ കൊണ്ട് ഇട്ട് കൊടുക്കാം. ഭാര്യ പറഞ്ഞു, ചേട്ടാ മനുഷ്യ എന്ത് ഈ പറയണത്, ഇത് മറ്റുള്ളവർക്കൂടെ ജീവിക്കണ്ടേ. ഭാര്യയ്ക്ക് കൂടെ ഒന്നും ഏശിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് പ്രാർത്ഥന കൊന്തയൊക്കെ ഉള്ളതായിരുന്നു. മറ്റേത് ഇച്ചിരി വാറ്റുചാരമൊക്കെ ഉള്ളതായിരുന്നു. വാറ്റുചാരത്തിന്റെ അടുത്തേക്ക് കൂടോത്രം എല്ലാം കൂടെ കയറി ചെന്ന് ഭാര്യ കൊന്തയൊക്കെ പിടിച്ചെന്നുകൊണ്ട് അതിന്റെ അടുത്തേക്ക് ഒന്നും അടുക്കാൻ പറ്റിയില്ല. എന്തായാലും ശരി, ഭാര്യ പറഞ്ഞു, മനുഷ്യ ഇവിടെ ബാക്കിയുള്ളവർക്ക് ജീവിക്കണ്ടേ. ഭാര്യ ആങ്ങളമാരെ വിളിച്ചു പറഞ്ഞു, അടുത്തുള്ള പ്രാർത്ഥന ഗ്രൂപ്പുകാരോടൊക്കെ പറഞ്ഞു. അവരെന്ത് ചെയ്തു, അവരെല്ലാരും കൂടെ വന്നു. അവര് പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ തോന്നാൻ കാരണം ഇന്ന വീട്ടുകാര് ചേട്ടനെതിരെ കൂടോത്രം ചെയ്തുകൊണ്ടാ, ഇനി ചേട്ടൻ മറുവിദ്യ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ചേട്ടൻ മദ്യപാനിയാണെങ്കിലും വാറ്റുചാരക്കാരനാണെങ്കിലും ചേട്ടൻ പറഞ്ഞു, മറുവിധി ഒന്നും ഞാൻ ചെയ്യല്ല, ഞാൻ കത്തോലിക്കനാ, ഞാൻ മറുവിധിക്കൊന്നും പോയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവര് നല്ല നാട്ടുകാരെന്ന് പറഞ്ഞാൽ നല്ല നാട്ടുകാർ, നാനാജാതി മതസ്ഥര്, അവര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു നല്ല അച്ഛന്റെ അടുത്തേക്ക് പോയിക്കൂടെ എന്ന് ചോദിച്ചു. ഈ ചേട്ടൻ അച്ഛനെയും വിശ്വാസമില്ല. ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക്, അയാൾ പിന്നെ അവിടെ വീട്ടിൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരെല്ലാരും കൂടെ 10-20 പേര് ചേർന്ന് ഈ ചേട്ടനെ ഇടവക വികാരിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അത് കൊച്ചച്ഛനെ 2 വർഷമായിട്ടുള്ളൂ. കൊച്ചച്ഛൻ പറഞ്ഞു, അയ്യോ, ഞാൻ പിശാചിനെ പിടിക്കുന്ന അച്ഛനല്ലല്ലോ.
എന്റെ ധാരണ അങ്ങനെ തന്നെയായിരുന്നു പണ്ട്. പിശാചിനെ പിടിക്കുന്ന അച്ഛൻ എന്ന് പറഞ്ഞാൽ വേറെ ഏതോ ഒരു അച്ഛനാണ്. നിങ്ങളുടെ ഭാവനയിൽ ഒരു അച്ഛൻ താടിയും പിന്നെ ചില അല്ലെ അങ്ങനെയുള്ള അച്ഛനാണ് പിശാച്. അപ്പൊ ഈ കൊച്ചച്ഛൻ പറയുന്നത് ഞാൻ പിശാചിനെ പിടിക്കുന്ന അച്ഛനൊന്നുമല്ല, വേറെ ഞാൻ നോക്കട്ടെ, എനിക്ക് പരിചയമുള്ള വല്ല പിശാചിനെ പിടിക്കുന്ന അച്ഛന്മാരുണ്ടെങ്കിൽ അറിയിക്കാന്ന് പറഞ്ഞു. അവര് പറഞ്ഞു അച്ഛൻ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കി വിടാൻ പറഞ്ഞു, ഇതിന്റെ ബാധയിൽ നിന്ന് ഒഴിവാക്കാൻ പറഞ്ഞു. അച്ഛൻ അവസാനം ഇതിനെ പള്ളിയിൽ കൊണ്ടുപോയി. അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അച്ഛനോട് ജീവിതത്തിൽ ഇടപെട്ടു. അച്ഛനോട് പറഞ്ഞു പ്രാർത്ഥിച്ച് സുഗന്ധദ്രവ്യം എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പള്ളിയിൽ ഉപയോഗിക്കുന്ന പരിമള ദ്രവ്യത്തിൽ നിന്ന് ഒരു പിടിയെടുത്ത് ബ്ലസ് ചെയ്ത് ഹോളി വാട്ടർ തളിച്ച് പ്രാർത്ഥിച്ച് ചേട്ടനോട് പറഞ്ഞു 7 ദിവസം ചേട്ടന്റെ വീട്ടിൽ പുകയ്ക്കുക. അങ്ങനെ ഈ ചേട്ടൻ 7 ദിവസം ചേട്ടന്റെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുമ്പ് ഈ സുഗന്ധദ്രവ്യം അങ്ങോട്ട് പുകച്ച്. അച്ഛൻ അത് കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ തിരക്കുള്ളതുകൊണ്ട് അച്ഛൻ വലിയ കാര്യം ഓർക്കാനൊന്നും നിന്നില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ വീണ്ടും വന്നു. അപ്പൊ അച്ഛൻ ചോദിച്ചു ചേട്ടാ എങ്ങനെയുണ്ട്, സന്തോഷമായോ? ചേട്ടൻ പറഞ്ഞു അച്ഛാ ആ പണ്ടത്തെ കൊണ്ട് കുന്തിരിക്ക ഉണ്ടെങ്കിൽ 2 പിടിയും കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ചോദിച്ചു എങ്ങനെ പിശാചൊക്കെ ഓടിപ്പോയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഈ കുന്തിരിക്കം വീട്ടിൽ അങ്ങോട്ട് പുകയ്ക്കാൻ തുടങ്ങിയപ്പം ഈ ചേട്ടനെതിരെ കൂടോത്രം ഈ പിശാചിനെ വിട്ട വീട്ടുകാരുണ്ടല്ലോ, അവരുടെ അങ്ങോട്ട് ഈ പിശാചുകളെല്ലാം അങ്ങോട്ട് തിരിച്ചു ഓടി കയറി. എന്നിട്ട് അവിടെ ഈ ശത്രുവിന്റെ വീട്ടിൽ എന്തെല്ലാം സംഭവിക്കണം അതെല്ലാം അവരുടെ വീട്ടില്. ഉടനെ അവര് നേരെ ആ ചെയ്ത ആളുടെ അടുത്തേക്ക് പോയി. പൈസ കൊടുത്ത് ചെയ്യിച്ചാണല്ലോ, പൈസ കൊടുത്ത ആ സെന്ററിലേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു മന്ത്രവാദി ഇത്രയും പൈസയും മേടിച്ച് എന്നിട്ട് കുട്ടിച്ചാത്തമാരല്ലേ എങ്ങോട്ടാ വിട്ടിരിക്കണേ? നമ്മുടെ ശത്രു സുഖമായിട്ട് നടക്കുക, കുട്ടിച്ചാത്തമാര് നമ്മുടെ വീട്ടിൽ കിടന്ന് കളിക്കുക. ഉടനെ ആ ചേട്ടൻ മറ്റേ ആള് പറഞ്ഞു അങ്ങനെ വരാൻ സാധ്യതയില്ല, കുട്ടിച്ചാത്തമാർക്ക് കൃത്യം റൂട്ട് കൊടുത്താണ് വിട്ടിരിക്കണേന്ന് പറഞ്ഞു. എന്തായാലും ശരി, ഇതൊക്കെ നേരത്തെ നോക്കി എവിടെയാ അവർക്ക് നോക്കി മഷീട്ടൊക്കെ നോക്കി അറിയാൻ പറ്റും എവിടെയാന്നുള്ളത്. ഇവർക്ക് നോക്കിയപ്പോഴത്തേനും ഈ മന്ത്രവാദി വേർത്ത് കുളിക്കുക. ഉടനെ മറ്റേ ആള് ചോദിച്ചു എന്താ മന്ത്രവാദി കുഴപ്പം ചോദിച്ചു. അപ്പൊ വീണ്ടും മന്ത്രവാദി ഒന്നുകൂടെ നോക്കിയിട്ട് പറഞ്ഞു വേർത്ത് കുളിക്കുക. വേർത്ത് കുളിച്ചിട്ട് മന്ത്രവാദി പറഞ്ഞു ഇനി 1 ഇഞ്ച് ഞാൻ ഈ കാര്യത്തിൽ മുന്നോട്ട് നീങ്ങുകയില്ല, കാരണം ഇതാ കത്തനാര് കളത്തി കയറി കഴിഞ്ഞു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഈ കത്തനാര് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇല്ല, കത്തനാര് പറഞ്ഞ കേരളത്തിലെ പഴയൊരു വാക്കാ. ആർക്കെങ്കിലും മനസ്സിലായോ? ഓ നിങ്ങൾ ആള് മോശമില്ല നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. പല ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ പല ആളുകൾക്കും കത്തനാർ എന്ന് പറഞ്ഞാൽ ആരാന്ന് അറിയാൻ പാടില്ല. ഒരു മന്ത്രവാദിക്ക് അറിയാം ആരാ കത്തനാരെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. കത്തനാര് പറഞ്ഞു അല്ല മന്ത്രവാദി പറഞ്ഞു ഇതാ ലോഹയിട്ട ഒരു കത്തനാര് കളത്തി കയറി കഴിഞ്ഞു. മന്ത്രവാദി നോക്കുന്ന സമയത്ത് ഒരു ലോഹയിട്ട കത്തനാര് കളത്തി കയറി ആരടാ അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പൊ പറയാണ് ഈ കുട്ടിച്ചാത്തമാരെല്ലാം കൂടെ ഭയന്ന് ഓടിയിരിക്കുകയാണ്. അതുകൊണ്ട് മന്ത്രവാദി പറഞ്ഞു ഇനി 1 ഇഞ്ച് ഞാൻ ഈ കാര്യത്തിൽ മുന്നോട്ട് നീങ്ങുകയില്ല, കാരണം ഇതാ കത്തനാര് കളത്തി കയറി കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ കൊടകി പോയാൽ എന്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഉഗ്ര വേറെ ഒരാൾ അവിടെ ഉണ്ട്, അവരോട് ഞാൻ എന്തെങ്കിലും കൺസൾട്ട് ചെയ്തോളാൻ പറഞ്ഞു. പൈസ വേണമെങ്കിൽ തിരിച്ചു തന്നേക്കാം. പ്രിയപ്പെട്ട സഹോദരൻ, ഈ വാറ്റുചാൽ ഈ കുടിയനായ ചേട്ടൻ ഒരു അച്ഛന്റെ വില അന്ന മനസ്സിലായത്. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് ഇവര് ഉഗ്ര മറ്റ് മറുകറികൾക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചേട്ടൻ അറിഞ്ഞു. അതാണ് വന്നത് പറഞ്ഞത് ഒരു 2 പിടി കുന്തിരിക്കാൻ കൂടി എടുത്തോളാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1-2 വാക്യങ്ങൾ. 12 പേരെയും അടുത്ത് വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അധികാരവും ശക്തിയും കൊടുത്തു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം അതിൽ 19-ാമത്തെ തിരുലിഖിതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാമത്തെ ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ ഒരു പൗരോഹിത്യ ശുശ്രൂഷ നമ്മുടെ കുടുംബത്തിൽ കൂടോത്രമോ മന്ത്രവാദമോ കുട്ടിച്ചാത്തന്റെ പീഡയോ പിശാചിന്റെ ശല്യമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മാരക പീഡകളോ ദുർബാധകളോ ഭൂതങ്ങളോ ശല്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാകട്ടെ, ഒരച്ഛനെ വിളിച്ച് ശക്തമായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിപ്പിക്കുക. ഉപവാസം എടുത്ത് നിങ്ങൾ ഒരുങ്ങുക, കുമ്പസാരിക്കുക. കുടുംബത്തിൽ നിന്ന് സർവ്വ പീഡകളെയും പറിച്ചു കളയാൻ പൗരോഹിത്യ ശുശ്രൂഷകൾ കൊണ്ട് കർത്താവ് അവിടെ ഇടപെടും എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
നിങ്ങൾ കണ്ടോ അന്ന് ഈ ദിവസങ്ങൾ പറഞ്ഞ ആ കുട്ടിയൊക്കെ 4 മാർക്കുള്ള കുട്ടിക്ക് 93% കിട്ടി കണ്ടോ? ഒരൊറ്റ ബ്ലെസ്സിങ്ങിൽ ദൈവം അതങ്ങോട്ട് ഉയർത്തി കൊടുക്കുകയാണ്. ടിവിയിൽ അഭിഷേകാഗ്നി കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഇത് ഒരു പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കുടുംബത്തിൽ ആരെങ്കിലും കണ്ണുനീരിൽ വേദനിക്കുകയും ഈ ആത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരിൽ അത്ഭുതം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ ഒറ്റ ബ്ലെസ്സിങ് കൊടുത്താൽ മതി, അപ്പൊ സംഭവിക്കുക. ആ അരിമ്പാറയെല്ലാം കൂട്ടത്തോടെ ഒഴിഞ്ഞു പോയി നിങ്ങൾ കണ്ടായിരുന്നോ? ഇല്ല. എന്റെ ദൈവം അത് കണ്ടില്ല. ഒരു ചേച്ചിയുടെ കയ്യിൽ അരിമ്പാറഞ്ഞതല്ല, പിന്നെ അതിന്റെ മുകളിൽ അരിമ്പാറ എന്ന് പറഞ്ഞാൽ 2ാം നിലയും 3ാം നിലയായിട്ട് അരിമ്പാറ ഉണ്ടാകുക, സ്ഥലമില്ലാത്തതുകൊണ്ട്. അതെ, നന്ദി. എന്റെ പേര് ക്ലാര. ഞാൻ മുണ്ടമേലി ഇടവംഗമാണ്. ഒരു 2 വർഷമായിട്ട് എന്റെ വലത്തെ കൈയിൽ നിറച്ച അരിമ്പാറകളായിരുന്നു. അതായത് ഓരോ വിരലിലും മിനിമം 3-4 അരിമ്പാറ വീതം 17 അരിമ്പാറകളായിരുന്നു. എത്ര? 17. ദൈവമേ, 17 അരിമ്പാറ കയ്യില്. എന്തായിരിക്കും? അപ്പൊ ഇങ്ങനെ കൈ കൊണ്ടുപോയാൽ മൊത്തം ഈ ചരലിന്റെ പുറത്ത് കൂടെ കൊണ്ട മാതിരി ഉണ്ടാവും. അങ്ങനെ 17 എണ്ണം അങ്ങനെ ഇരിക്കുക കയ്യിൽ. എന്നിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, കുറെ മെഡിസിൻസ് എടുത്തു, ഓയിൽമെന്റ് പറ്റി. എന്നാ ഇത് കുറയുന്നുമില്ല. 2 എന്ന് ഉള്ളതിന്ന് 17 അരിമ്പാറയിലേക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതോടുകൂടി അരിമ്പാറകൾ അന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു കൂടി വന്ന് 17 എണ്ണ. ആദ്യം 2 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ, അത് 17 എണ്ണായി ട്രീറ്റ്മെന്റ് ചെയ്തിട്ട്. എന്നിട്ടോ പ്രഗ്നന്റ് ആയതോടെ 17 എന്നത് പിന്നെയും വർദ്ധിച്ചു. എന്നിട്ട് ഒരു അരിമ്പാറയുടെ പുറത്ത് വീണ്ടും ചെറിയ 3-4 അരിമ്പാറകൾ പ്രത്യക്ഷപ്പെട്ടു. ദൈവമേ, സ്ഥലമില്ലാത്തണ്ട് ഒന്നിന്റെ മുകളിൽ അടുത്ത് എന്ന വ്യക്തി വരാൻ തുടങ്ങി. അപ്പൊ അത്രയും അരിമ്പാറ വാശിയിലാണ് പോയി കുട്ടിയോട്. എന്നിട്ട് ഞാനും എന്റെ കുടുംബാംഗവും എപ്പോഴും ഞായറാഴ്ചത്തെ അഭിഷേകാഗ്നി സ്ഥിരമായി കാണുന്നവരായിരുന്നു. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, ഇതേപോലെ 14 ചോര ഒലിക്കുന്ന അരിമ്പാറ ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ ഈശോ സൗഖ്യപ്പെടുത്തി. അപ്പോ ഇതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ഒരു രാത്രി ഇത് മാത്രം വിശ്വസിച്ച് അങ്ങ് പ്രാർത്ഥിക്കാം. അതായത് അമ്മ ഈ ടെലിവിഷനിലുള്ള അഭിഷേകാഗ്നി കണ്ടപ്പോ വേറൊരു അഭിഷേകാഗ്നി എപ്പിസോഡില് 14 അരിമ്പാറ ചോര ഒലിക്കുന്ന അരിമ്പാറയുള്ള 14 അരിമ്പാറയുള്ള ഒരാളെ ഈശോ അഭിഷേകാഗ്നി കണ്ടപ്പോൾ അത്ഭുതകരമായി സുഖപ്പെടുത്തുന്നത് ഈ അമ്മ ബോധ്യപ്പെട്ടിരുന്നു. ആ സാക്ഷ്യം കേട്ട അമ്മ ഈ കുട്ടികൾ പറഞ്ഞു, അതുപോലെ നമുക്ക് ഇന്ന് ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, കർത്താവ് ഇടപെടും എന്നിങ്ങോട്ട് പറഞ്ഞ് വിശ്വാസം കൊടുത്ത്. എന്നിട്ട് 2 പേരും കൂടി അങ്ങോട്ട് പ്രാർത്ഥിച്ച്. അപ്പൊ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ദിവ്യകാരുണ്യത്തിന്റെ സമയത്തും ഈശോയുടെയും പരിശുദ്ധാത്മാവിന്റെയും പിക്ചർ സ്ക്രീനിൽ വരുന്ന സമയത്ത് ഈ കൈ സ്ക്രീനിൽ തൊട്ട് വെച്ചുകൊണ്ട് ഈശോയെ അങ്ങയുടെ തിരുരക്തം അഭിഷേകം ചെയ്ത് എന്റെ ഈ അരിമ്പാറയെ സൗഖ്യപ്പെടുത്തണമെന്ന് ഞാൻ അങ്ങ് കരഞ്ഞു പ്രാർത്ഥിച്ചു. കരഞ്ഞു പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ 17 അരിമ്പാറയിൽ അധികം കൂടുതലുണ്ടായിരുന്ന എന്റെ കയ്യിൽ നിന്ന് കുറെ അരിമ്പാറകൾ അപ്രത്യക്ഷമായിരിക്കുന്നു. കുറെ അരിമ്പാറകൾ കൂട്ടത്തോടെ ഇറങ്ങിപ്പോയി, വിട്ടുപോയി. ഇനി ബാക്കിയുള്ളതിന്റെ കാര്യം എന്താ? ശേഷിച്ച അരിമ്പാറയെ ഞാനിങ്ങനെ കിള്ളി നോക്കിയപ്പോൾ അതിങ്ങനെ ഓരോന്നുമായിട്ട് അടർന്ന് വീണുകൊണ്ടിരിക്കും. ഓരോന്ന് ഞാനും പോരാന്ന് പറഞ്ഞ് ചാടി അതും പോന്നു. ഇങ്ങനെ നുള്ളി അരിമ്പാര നിറക്കം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതൊരു പുതിയ സംഗതിയാണ്. അഭിഷേകിനെ കാണുക, അരിമ്പാര നുള്ളിയെടുത്ത് കളയാം. ആ 17 അരിമ്പാറ ഉണ്ടായിരുന്ന കൈയാണെന്ന് ഒരിക്കലും പറയില്ല. കാരണം ആ അരിമ്പാറ ഓരോന്നും അടർന്നു പോയപ്പോൾ അതിന്റെ സ്ഥാനത്ത് പുതിയ തൊലി നൽകി ഈശോ എന്നെ. അവിടെ പാടില്ല, അരിമ്പാറ പോയതിന്റെ പാടെങ്കിലും കാണണ്ടേ? ആ പാട് പോലില്ല. അത് നല്ലൊരു കൈ, പുതിയ കൈ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കും. അരിമ്പാറയുടെ കൈ കാണിച്ച് എങ്ങനെ കാണിക്കും? യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എഴുന്നേറ്റ് ചാടി എഴുന്നേക്ക്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ പള്ളിയും പട്ടക്കാരെയും അയച്ചിരിക്കുന്നത് ദൈവം നമ്മുടെ കുടുംബത്തിന്റെ കണ്ണുനീരൊപ്പാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ദേശത്ത് നമ്മുടെ കുടുംബത്തിൽ മക്കളില്ലാതെ വിഷമിക്കുമ്പോൾ, കുടുംബത്തിൽ കഠിനമായ മദ്യപാനം, കുട്ടികൾക്ക് ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ല, ഓർമ്മ കിട്ടുന്നില്ല, അതുമല്ലെങ്കിൽ കുടുംബത്തിൽ വിവാഹം നടക്കുന്നില്ല, അതുമല്ലെങ്കിൽ കടബാധ്യത കൂടി കടബാധ്യത, എന്ത് ചെയ്താലും മേൽഗതി കിട്ടുന്നില്ല, എവിടെ പോയാലും ഗുണം പിടിക്കുന്നില്ല, കുട്ടികൾ 3-4 എണ്ണം തലതിരിഞ്ഞു പോയി, അല്ലെങ്കിൽ ഭയങ്കര തകർച്ച, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിരാശപ്പെടരുത്, തകരരുത്. ദൈവത്തിന് നമ്മുടെ കുടുംബത്തിലെ ആ കാര്യങ്ങളൊക്കെ നീക്കാൻ ദൈവത്തിൻ്റെതായ വഴികളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അതിൻ്റെ ഒരു മാർഗമാണ് സഭയുടെ ശുശ്രൂഷകൾ, ഇടവക ദേവാലയത്തിലെ പട്ടക്കാര്, ശുശ്രൂഷകൾ, കൂദാശകൾ, പ്രാർത്ഥനകൾ, പിന്നെ അങ്ങനെയുള്ള വചന ശുശ്രൂഷകൾ.
അപ്പൊ നമ്മള് ഈ കാലഘട്ടങ്ങളൊക്കെ ഓരോ തരത്തിലുള്ള മീഡിയകളിലൂടെയും ഇപ്പൊ നമ്മൾ ഇതുപോലെ നമ്മുടെ കുടുംബത്തിന്റെ കണ്ണുനീരൊപ്പാൻ വേണ്ടി ദൈവവിശ്വാസം ഇത് സാത്താൻ അറിയാം. അതുകൊണ്ട് സാത്താൻ എന്ത് ചെയ്യും? ഏതെങ്കിലും പത്രമാധ്യമങ്ങളിലൂടെയോ ചാനലുകളിലൂടെയോ അല്ലെങ്കിൽ പ്രസംഗങ്ങളിലൂടെയോ ആരെങ്കിലൂടെയോ കളവചനങ്ങൾ വിതയ്ക്കും. ഇത് നമ്മുടെ കുടുംബത്തിലേക്ക് ഇതിന്റെ അനുഗ്രഹം വരാതിരിക്കാൻ വേണ്ടി സഭയെക്കുറിച്ചും വൈദികരെ കുറിച്ചൊക്കെ നെഗറ്റീവ് ചിന്തകൾ വിതയ്ക്കും. ഇവിടെ നാനാജാതി മതസ്ഥർ നിൽക്കുന്നുണ്ട്. ഒരു വൈദികനെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വൈദികൻ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അപ്പനെയും അമ്മയെയും ഉപേക്ഷിച്ചു, സഹോദരങ്ങളെ ഉപേക്ഷിച്ചു, മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ചു, വയസ്സായാൽ എൻ്റെ കാര്യം ആര് നോക്കുമെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കാതെ അവര് ആ ചെറുപ്രായത്തിൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ കോളേജ് പഠനം കഴിയുമ്പം അവര് സ്വന്തക്കാരെയും ബന്ധുക്കാരെയും നാട്ടുകാരെയും വീട്ടുകാരെയും ഫ്രണ്ട്സിനെ എല്ലാം ഉപേക്ഷിച്ച് അറിയാത്തൊരു ദേശത്തേക്ക്, അറിയാത്തൊരു കൂട്ടുകെട്ടിലേക്ക്, സാഹചര്യത്തിലേക്ക് അവരുടെ ജീവിതം യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാം. ഈ യേശു എന്തിനാണ് ഇവരെ വിളിച്ചത്? ഇതേപോലെ നമ്മുടെ കുടുംബങ്ങളുടെ കണ്ണുനീരൊപ്പാൻ, നമ്മുടെ ജീവിതങ്ങളുടെ തകർച്ചകൾ പരിഹരിക്കാൻ, നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. നിങ്ങൾ ഒരു ചുമട് പാപമായിട്ട് നേരെ പരിശുദ്ധ മാതാവിന്റെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് മാതാവിനോട് പറയുക, മാതാവേ എനിക്ക് ഇത്രയും പാപമുണ്ട്, എന്റെ പാപം ഒന്ന് കഴുകി തരണം. മാതാവ് പാപമോചനം തരുവോ? പറ. അതാ ഉറക്കെ പറ, മാതാവ് പാപമോചനം തരുമോ? എന്നാ പാവപ്പെട്ട ഒരു അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുക. കാര്യം അച്ഛന് വലിയ ആരോഗ്യമൊന്നുമില്ല, കയ്യൊക്കെ ഇത്രയൊക്കെ പൊങ്ങുള്ളൂ എന്ന് വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല. സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനാണോ? കുമ്പസാരം കൂടി ചെന്ന് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞു നോക്കിയേ. അച്ഛൻ ആ പാപമോചനം തന്നാൽ ഈ ലോകത്തിൽ നിന്നും വരാനിരിക്കുന്ന ലോകത്ത് നിന്നും ആ പാപങ്ങൾ എന്നേക്കുമായി കഴുകപ്പെടുന്നു. നോക്കൂ, സ്വർഗം ഒരു വൈദികൻ എങ്ങനെ മാനിക്കുന്നു. മാതാവ് ജീവിച്ചിരുന്ന കാലത്ത് ഈ ഒരു അധികാരം മാതാവിന് കൊടുത്തായിരുന്നോ? എന്നാൽ സ്ലീഹന്മാർക്ക് അത് കൊടുത്ത്. അപ്പൊ നോക്കൂ, ദൈവം സഭയുടെ ശുശ്രൂഷയെ, പ്രത്യേകിച്ച് ദൈവം ഈ പൗരോഹിത്യ ശുശ്രൂഷ എത്രമാത്രം മാനിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ സിസ്റ്ററാകാൻ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ തടസ്സപ്പെടുത്തരുത്. അതൊരു അപൂർവ നിധിയാണ് ഒരു കുടുംബത്തിൽ ഒരു ദൈവവിളി കിട്ടുക. വൈദികനാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ രാജാക്കന്മാർക്കോ ചക്രവർത്തിമാർക്കോ ചെയ്യാൻ പറ്റാത്തത് ഒരു വൈദികൻ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ആ വൈദികനിലൂടെ കർത്താവ് നിർവഹിക്കും. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്തിൽ ദൈവം അങ്ങേയറ്റം മാനിക്കുന്ന ഒരു ജീവിതാന്തസ്സാണ് പൗരോഹിത്യം. അപ്പോൾ സമർപ്പിത ജീവിതത്തിലേക്ക്, വൈദിക ജീവിതത്തിലേക്ക് ദൈവവിളി കിട്ടുന്നവർ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ അടുത്ത വികാരച്ചനെയോ അടുത്തുള്ള ആളുകളെയൊക്കെ അറിയിക്കണം. അങ്ങനെ നിങ്ങളുടെ ആ പൗരോഹിത്യ ദൈവവിളി വളർത്തിയെടുക്കണം. നിങ്ങളുടെ ദേശത്തെ സഭയുടെ ശുശ്രൂഷകൾ നിങ്ങൾ മാനിക്കണം. അപ്പോൾ ഏത് ജാതിപ്പെട്ട വ്യക്തിയാണെങ്കിലും ശരി, നിങ്ങൾ ഹൃദയം കൊണ്ട് അതിനെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ അവരുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ കുടുംബത്തിന് എന്നും ഒരു സംരക്ഷണം, ഒരു അനുഗ്രഹമായിരിക്കും. നമുക്ക് 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ നാടിനെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് നാനാജാതി മതസ്ഥർ ഒരുമിച്ച് ഒരു ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയാനും തമ്മിൽ ഭാരങ്ങൾ വഹിക്കാനും എല്ലാ ശുശ്രൂഷ എല്ലാവർക്കും ചെയ്തു കൊടുക്കാനും നമ്മുടെ നാട്ടിൽ നമുക്ക് ദൈവം നല്ല ഒരു സ്നേഹക്കൂട്ടായ്മ നൽകി. എല്ലാ കുടുംബങ്ങളെ അവർ നന്ദി പറയാം. എല്ലാ കുടുംബങ്ങളിൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലത് വരട്ടെ, നന്മ നിറയട്ടെ, ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, ദൈവത്തിന്റെ കൃപ എല്ലാ കുടുംബങ്ങളിലേക്കും വ്യാപിക്കട്ടെ, പുതുതലമുറ വിശ്വാസത്തിന്റെ കൃപ കൊണ്ട് നിറയട്ടെ, യുവതീവാക്കന്മാർ അനുഗ്രഹം പ്രാപിക്കട്ടെ, കുട്ടികളുടെ മേൽ വലിയ ശക്തി നിറയട്ടെ. ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ അനുഗ്രഹിക്കണമേ. എല്ലാ ബാലന്മാരെയും വിദ്യാർത്ഥി അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ ഒരു ഇടവക ദേവാലയത്തിന് കൊടുക്കേണ്ട സ്ഥാനം, ഒരു കുരിശുപള്ളിയെ റെസ്പെക്ട് ചെയ്യേണ്ടത് റെസ്പെക്ട് ചെയ്യാൻ, ഒരു വൈദികനെ മാനിക്കേണ്ടത് മാനിക്കാൻ, ഒരു സിസ്റ്ററിനെ ബഹുമാനിക്കേണ്ടത് ബഹുമാനിക്കാൻ, ദൈവത്തിന്റെ സംവിധാനങ്ങൾ, ദൈവത്തിന്റെ ക്രമീകരണങ്ങൾ തിരിച്ചറിയാൻ, അതിന്റെ വഴികളിലൂടെ നടക്കാൻ ദേശത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ. ദേശത്തെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണ കർത്താവേ. ദേശത്തെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണ കർത്താവേ. ഈ ദേശത്തിലുള്ള സർവ്വ മക്കളെ അനുഗ്രഹിക്കണ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ ദാസന്മാരുടെ മേൽ ജ്ഞാനമായി, അഭിഷേകമായി, കൃപയായി നിറയണമേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസകേകണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഓരോന്നും മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ അനുഗ്രഹിക്കണമേ.
ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസകേകണമേ ദാസകേകണമേ. ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. പൗരോഹിത്യ ശുശ്രൂഷകളും ഈ ദിവസങ്ങൾ ഓരോ ശുശ്രൂഷകളും വഴി സമൃദ്ധമായ നന്മകൾ ഭവനങ്ങളിലേക്ക് നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം ഇരിക്കാം. നമ്മൾ ആരാധനയ്ക്ക് മുമ്പ് ബഹുമാനപ്പെട്ട വികാരിച്ചൻ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിച്ച് നമ്മൾ വേഗം തന്നെ ആരാധന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നതാണ്. എല്ലാ ഭാഗത്തുള്ളവരും തിരക്ക് പിടിക്കേണ്ട, എല്ലാ ഭാഗത്തേക്കും ബസ്സും വണ്ടികളും ഉണ്ട്. അവിടെ ഇരിക്കും. ആരാധന കഴിഞ്ഞിട്ടാണ് പോകേണ്ടത്. ഇപ്പൊ അറിയിപ്പ് ശ്രദ്ധിക്കുക. സ്നേഹമുള്ളവരെ, ഇന്നലെ ഇവിടുത്തെ അവശത പറഞ്ഞപ്പോൾ അത് പരിഗണിച്ച് നിങ്ങൾ ആത്മാർത്ഥമായി സഹകരിച്ചു. ഇന്നലത്തെ സ്തോത്ര കാഴ്ച 3,84,000 രൂപയായിരുന്നു. ഇന്ന് പലരും എന്നോട് പറഞ്ഞു, ഇന്നലെ ഞങ്ങൾ എടുക്കാൻ കരുതിയിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇന്നിട്ടോളാം എന്നാണ് പലരും എന്നോട് പറഞ്ഞത്. നിങ്ങൾക്കറിയാം, പിറവത്ത് ഏറ്റവും ആദ്യമായിട്ട് നടക്കുന്നതാണ് ഇതുപോലൊരു കൺവെൻഷൻ. ഇതിന്റെ ചെലവുകളുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ആത്മാർത്ഥമായി സഹകരിക്കണം എന്ന് മാത്രം പറയുന്നു. 2 വാഹനങ്ങൾ ഇന്നലത്തേതുപോലെ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ പകൽ ഇവിടെ കുമ്പസാരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു. കുമ്പസാരിക്കാനുള്ള സൗകര്യം എല്ലാവരും പ്രയോജനപ്പെടുത്തണം. വെളുപ്പിനെ 9 മണി തൊട്ട് അച്ഛൻ 100 വൈദികരെയാണ് ഈ ദിവസങ്ങളിൽ 5 ദിവസമായിട്ട് പലപ്പോഴായിട്ട് കുമ്പസാരത്തിന് വേണ്ടി അച്ഛൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത്രയും നല്ല തീഷ്ണതയോട് കൂടി ചുരുക്കം കൺവെൻഷൻ അച്ഛന് ഓർമ്മയുള്ളൂ. പ്രത്യേകിച്ച് കുമ്പസാരത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ദിവസങ്ങളിൽ കുമ്പസാരിക്കുക. നാളത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള നാളെ വൈകുന്നേരത്തെ ശുശ്രൂഷ പ്രത്യേക ശുശ്രൂഷകളാണ്. കുമ്പസാരം എന്നത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പം നിങ്ങൾ സ്തോത്ര കാഴ്ച കയ്യിലെടുക്കുക. അച്ഛൻ പറയുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. നമ്മൾ ഇത് 3 ലക്ഷം 4 ലക്ഷം കൊണ്ടൊന്നും ആവില്ല. നല്ല എക്സ്പെൻസ് ഇതിനുണ്ട്. സൗണ്ട് സിസ്റ്റം, ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് നോക്കി അറിയാം. എനിക്കറിയാം, ഈ ശുശ്രൂഷകൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോകുന്നതുകൊണ്ട് ഓരോ സംഘാടകർക്ക് എത്ര ബുദ്ധിമുട്ടുകളുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചൊരു തുക കയ്യിലെടുക്കുക. ഇങ്ങനത്തുള്ള സമയത്ത് നമ്മളെല്ലാവരും കൂടി ഭാരം വഹിച്ചാലാണ് നല്ല വിധത്തിൽ അത് കടബാധ്യത ഇല്ലാതെയൊക്കെ സംഘാടകർക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രാർത്ഥിച്ചൊരു തുക കയ്യിലെടുക്കുക. ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കാണിക്ക അവിടുന്ന് സ്വീകരിച്ച് ഞങ്ങളെയും ഈ ദേശത്തുള്ള എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇനി എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ശുശ്രൂഷകർ നിങ്ങളെ ഓരോ നിരയിലൂടെ വന്ന് പോയതിന് ശേഷമേ ഇരിക്കാവൂ. പെട്ടെന്ന് എഴുന്നേറ്റ്. ശുശ്രൂഷകർ ഓടി എല്ലാ നിരകളിലും വേഗം എത്തുക. സമയം കുറവാണ്. വേഗം എത്തുക. ശുശ്രൂഷകർ നിങ്ങളുടെ അടുത്തിലൂടെ വന്നു പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഇരിക്കാവുന്നതാണ്. ആ ബക്കറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇരിക്കാം. എവിടെ നിന്ന് എടുത്ത് എവിടെ എടുത്തില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിൽക്കാൻ പറഞ്ഞത്. 2 മിനിറ്റ് സഹകരിക്കണം. ആ ബക്കറ്റ് പാസ് ചെയ്തതിന് ശേഷമേ ഇരിക്കാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സമയത്ത് 1-2 കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുകയാണ്. ഇതാണ്. നാളെ ഇനി ഇതിൽ ശ്രദ്ധിച്ച് കേൾക്കണം. അറിയിപ്പ് ശ്രദ്ധിച്ച് കേൾക്കണം. സഹോദര കാഴ്ച നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഒരു തുക അങ്ങോട്ട് സമർപ്പിക്കാം. ഇനി ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നാളെ നമ്മുടെ കൺവെൻഷന്റെ സമാപന ദിവസമാണ്. നമ്മുടെ കൺവെൻഷന്റെ സമാപന ദിവസമായ നാളെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ ഉള്ള സർവ്വ മക്കളെയും അടച്ചു തൂത്തുകൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉച്ചയ്ക്ക് നിങ്ങൾ ലീവ് എടുക്കണം. ജോലിക്ക് പോകുന്നവർ ഉച്ച കഴിഞ്ഞ് ഒരു ലീവ് എഴുതി കൊടുക്കുക. ഞങ്ങളുടെ പ്രദേശത്ത് വല്ലപ്പോഴൊക്കെ വരുന്നൊരു ശുശ്രൂഷയുണ്ട്, അതിന് ഞങ്ങൾ കുടുംബടച്ച് പോകണമെന്ന് പറയാം. കുട്ടികൾ ഒരു പീരീഡ് നേരത്തെ ചോദിച്ചു പോരുക. എന്നിട്ട് ഒരു 4:30 പിതാവിൻ്റെ കുർബാനയുണ്ട്. ആ പിതാവിൻ്റെ കുർബാനയ്ക്ക് എത്താൻ സാധിച്ചാൽ വലിയ കാര്യമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ലീവ് എടുത്തുകൊണ്ട് പോരുക. നഷ്ടം വരില്ല. ഒരു ദിവസമല്ലേ. പിന്നെ കൃഷിപ്പണിയുള്ളവരൊക്കെ ഉച്ചയ്ക്ക് മുമ്പിന് കൃഷിപ്പണി തീർക്കുക. ഉച്ചയ്ക്ക് വന്ന് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് അതിന് ശേഷം കുളിച്ച് റെഡിയായിട്ട് നേരത്തെ ഇങ്ങോട്ട് പോരുക. വെയിലായിരിക്കും എന്ന് വിചാരിക്കേണ്ട. ആദ്യം കുറച്ച് നാളത്തൊക്കെ നിന്നിട്ട് ഒരു 4-5 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് തണൽ കയറി നിൽക്കാൻ പറ്റും. ഉച്ച വരെ എല്ലാം ചെയ്ത് ഉച്ച കഴിയുമ്പോൾ എല്ലാവരും നേരെ
ഈ പിറവം ദേശത്തേക്ക് പോരുക. നിങ്ങൾ ഫോൺ ചെയ്തിട്ട് നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ പരിസരത്ത് എവിടെയെങ്കിലും 10-30 കിലോമീറ്റർ ചുറ്റളവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആലപ്പുഴ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാം വിളിച്ചോ, എല്ലാവരും ഇങ്ങോട്ട് വിളിക്കുക. ഇവിടെ കുറച്ചും കൂടെ സ്ഥലമുണ്ടെന്ന് പറയാം. ആ പള്ളിമുറ്റത്ത് സ്ഥലമുണ്ട്, പല സ്ഥലത്തും കുറച്ചും കൂടെ സ്ഥലം കാണുന്നുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഇരിക്കുക. മുൻവശത്ത് ഇവിടെയൊക്കെ സ്ഥലമുണ്ട്, ഇവിടെയൊക്കെ ഇരിക്കുക. ഈ മുൻവശത്ത് നിൽക്കാൻ പാടില്ല, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും വിളിക്കുക. നാളെ മക്കൾക്ക് വേണ്ടിയുള്ള, കുട്ടികൾക്ക് വേണ്ടി ശുശ്രൂഷ മാത്രമല്ല, ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഓരോ മണ്ഡലങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകളാണ് നാളെ കൂടുതൽ. നാളെ ടോക്ക്, ഒരു ചെറിയ ടോക്ക് ഉണ്ടാവുള്ളൂ. 3/4 മണിക്കൂറിൻ്റെ ചെറിയ ടോക്ക് കഴിഞ്ഞാൽ കൂടുതൽ വെഞ്ചിരിപ്പുകളും ഡെലിവറൻസ് പ്രാർത്ഥനകളും പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ദേശത്തെ കുടുംബങ്ങളുടെ കെട്ടുകൾ അഴിച്ച് വിട്ടിരിക്കുന്ന ശുശ്രൂഷകളാണ് നാളെ കൂടുതൽ നടക്കുക. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥനകളൊക്കെ നാളെ ശരിക്കുമുണ്ട്. അപ്പം അതുകൊണ്ട് നാളെ പോരുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. എല്ലാ സ്ഥലത്തും അച്ഛനിങ്ങനെ ആളുകളെ വ്യക്തിപരമായി കണ്ട് പ്രാർത്ഥിക്കായിരുന്നു. ഇവിടെ ഇപ്പം പനി ക്ഷീണമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. എന്നാലും വളരെ അർജൻറ്റായിട്ട് കാണണം തോന്നുന്നവർക്ക് നാളെ 10 തൊട്ട് 12 വരെ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. വളരെ അത്യാവശ്യമുള്ളവർ മാത്രം വന്നാൽ മതി. ശരിക്കും പിറവത്ത് കർത്താവ് ഇങ്ങനെ കോമൺ ശുശ്രൂഷകളിലാണ് അനുഗ്രഹിക്കുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുന്നതിൽ അധികം കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാൾ നല്ലത് ഇവിടെ കോമൺ ശുശ്രൂഷ വൈകുന്നേരം നടക്കും. അതുകൊണ്ടാണ് നാളെ മറ്റു സ്ഥലത്തില്ലാത്ത വിധം നാളെ വൈകിട്ട് കൂടുതൽ ഡെലിവറൻസ് ശുശ്രൂഷകളും പ്രാർത്ഥനകളും നാളെ വൈകിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വൈകിട്ട് വന്നാൽ മതി. വെറുതെ 2 നേരം വന്ന് വണ്ടിക്കൂലിയെ കളയണ്ട. എന്നാൽ അർജന്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണം എന്ന് വിചാരിക്കുന്ന 5-6 പേര് കാണും. അവർക്ക് 10 തൊട്ട് 12 വരെ അച്ഛൻ ഈ ഗ്രൗണ്ടിൽ ഇവിടെ നിൽക്കുന്നുണ്ടാവും. ആരും ടോക്കണൊന്നും എടുക്കണ്ട, നേരെ വരാം, കാണും. കണ്ടാലും അച്ഛൻ 1 മിനിറ്റ് വേഗം പ്രാർത്ഥിക്കും, ബ്ലസ് ചെയ്യും, വേഗം പൊക്കോളാൻ പറയും. 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് അച്ഛൻ കാണുള്ളൂ, തൊട്ട് പ്രാർത്ഥിച്ച് വേഗം വിടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വൈകിട്ട് വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർ മാത്രം പുറകിൽ വന്നാൽ മതി. ഒരുവിധം സാധിക്കുന്ന എല്ലാവരും വൈകിട്ട് തന്നെ വന്നാൽ മതി. ജനം ചെതറി പല സമയത്തായിട്ട് വരുന്നേക്കാൾ നല്ലത് വൈകിട്ട് വെയിലാറി എല്ലാവരും ഒന്നിച്ചിങ്ങോട്ട് വരികയാണ് നല്ലത്. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ 10 തൊട്ട് 12 വരെ അച്ഛന് പന്തലിലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു അങ്ങനെയൊക്കെ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളവർക്ക് ആ സമയത്ത് വരാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, അട്ടപ്പാടിയിൽ നിന്ന് ഒരു സെഹിയോൻ ഓഫീസ് എന്ന് പറഞ്ഞൊരു ഓഫീസ് സൈഡിലുണ്ട്. അപ്പോൾ പല ആളുകളും വിചാരിക്കുന്ന അച്ഛൻ ഇത്ര ദിവസമായിട്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അത് അട്ടപ്പാടിയിലെ പാവപ്പെട്ട സ്ഥലത്തെ ശുശ്രൂഷകൾ നിലനിന്ന് പോകാൻ വേണ്ടി ഉള്ള ഒരു ചെറിയ സംവിധാനമാണ്. അച്ഛന് അവിടുത്തെ ശുശ്രൂഷ നടക്കുന്നത് വേറെ ഇവിടുന്ന് ഒരു തരത്തിലുള്ള ഹെൽപ്പുമില്ല. അത് ഇതുപോലെ ശുശ്രൂഷ ചെയ്ത് കഴിയുമ്പോൾ ധ്യാനം കൂടിയവരുടെ മനസ്സ് തുറന്ന് അവർ വിചാരിക്കണം അട്ടപ്പാടിയിലെ ശുശ്രൂഷ നടക്കണമല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ ഒരു ചെറിയ സംഖ്യ ഞാൻ അവിടെ കൊണ്ട് കൊടുത്തേക്കാം എന്ന്. അപ്പം അങ്ങനെയുള്ളത് നിങ്ങൾ സെഹിയോൻ ഓഫീസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചുമന്ന ബോർഡിൽ ആ സ്ഥലത്ത് ചെന്ന് റെസീറ്റ് വാങ്ങണം. കൊടുത്ത് അപ്പം തന്നെ റെസീറ്റ് വാങ്ങണം. അച്ഛനെ തന്നാൽ റെസീറ്റ് തരാൻ നിവൃത്തിയില്ല, അച്ഛൻ അങ്ങനെ വാങ്ങുമില്ല. അവിടെ കൊടുക്കണമല്ല, അച്ഛൻ്റെ കയ്യിൽ കൊടുക്കണ തുല്യമാണ്. അപ്പം എന്ത് ചെയ്യണം, അവിടെ കൊടുത്ത് നിങ്ങൾ റെസീറ്റ് വാങ്ങണം. എല്ലാ കൊടുക്കൽ വാങ്ങലും റെസീറ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. അപ്പം അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അട്ടപ്പാടിയിലെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക്. അപ്പോൾ അട്ടപ്പാടിയിൽ ഇപ്പം അച്ഛന് ഇപ്പം വളരെ അത്യാവശ്യമായിട്ടുള്ളത് ഒരു സ്ക്രീൻ. ഇപ്പോൾ ഈ ചെറിയ സ്ക്രീനൊക്കെ വെച്ചാൽ ഈ ഒരു LED സ്ക്രീനാണെങ്കിൽ 2 വെച്ചാൽ ഗ്രൗണ്ട് മുഴുവൻ കാണാൻ പറ്റും. ഇത് വെച്ചിട്ട് പലതും തെളിയുന്നുമില്ല. കിറകിറാന്നുള്ള സൗണ്ട് കാണുമ്പോൾ നമുക്കൊരു ഗിരിഗിരിപ്പ് വരികയും ചെയ്യും. ആകെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് 2 LED സ്ക്രീൻ വാങ്ങാനാണ് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു LED സ്ക്രീനിന് 10-20 ലക്ഷം ഉറുപ്പികയാവും. അപ്പോൾ അത് നിങ്ങൾ ചിലർക്ക് ഒറ്റയ്ക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ അനുവാദം നാളെ തരാം. എല്ലാ കാലത്തും ഉണ്ടായിരിക്കുകയല്ല, അങ്ങനെ എപ്പോഴും ഒരാൾക്ക് തന്നെ സ്പോൺസർ അനുവാദം കൊടുക്കാറില്ല. നാളെ സ്പെഷ്യൽ അനുവാദം തരാം. അല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്നത് 1 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, അതിന് 20,000 രൂപയാണെന്ന് തോന്നണം. അങ്ങനെ പല സ്ക്വയർ ഫീറ്റുകൾ തരുമ്പോഴാണ് 10-12 അടി നീളോ 20 അടി വീതിയൊക്കെ ഉള്ള വലിയൊരു സ്ക്രീൻ ഉണ്ടാകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, 1 സ്ക്വയർ ഫീറ്റ് എൻ്റെ കുടുംബത്തിൻ്റെ വക സ്പോൺസർ ചെയ്തേക്കാന്ന് പറഞ്ഞ് 20,000 രൂപ കൊണ്ട് കൊടുക്കുക, റെസീറ്റ് വാങ്ങുക. അല്ലെങ്കിൽ പകുതി 10,000 രൂപ കൊടുത്ത് റെസീറ്റ് വാങ്ങുക. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ച് അപ്പനും അമ്മയും മക്കളെല്ലാം കൂടി പ്രാർത്ഥിച്ച് വന്ന് കൊടുത്ത് റെസീറ്റ് വാങ്ങാൻ നിങ്ങൾ അഭ്യർത്ഥിക്കുക. നാളെ ഒറ്റ ദിവസം കൂടി ഉള്ളത് കഴിഞ്ഞ് ഞങ്ങൾ വിട്ടുപോകുന്നതാണ്. രാത്രിക്ക് ഞങ്ങൾ വിട്ടുപോകും. പിന്നെ അട്ടപ്പാടി വന്നാലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ അവസരം പ്രയോജനപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ തലയിൽ വല്ലതും പതിഞ്ഞോ? എന്നാൽ പതിയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനി വേറൊരു കാര്യമുള്ളത്, നാളെ സമാപന ദിവസത്തിൽ വെഞ്ചിരിക്കാനുള്ള എല്ലാ വസ്തുക്കളും വെഞ്ചിരിച്ചു തരുന്നതാണ്. അപ്പം അത് വെഞ്ചിരിക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവരണം. അപ്പം പഠനോപകരണങ്ങൾ, ജപമാലകൾ, എണ്ണ, വെള്ളം, ഉപ്പ് ഇതൊക്കെ കൊണ്ടുവരണം. അപ്പോൾ അത് വെഞ്ചിരിച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുപോയിട്ട്, അപ്പോൾ നിങ്ങൾക്ക് എക്സിമുള്ള കുട്ടിയുണ്ട്, വെഞ്ചിരിച്ച എണ്ണ കയ്യിലിപ്പുണ്ട്, ഒരു തുള്ളി എടുത്ത് നെറ്റിയെ തൊട്ട് പ്രാർത്ഥിച്ച ഈശോ ഹീലിംഗ് കൊടുത്ത് അനുഗ്രഹിക്കും.
പ്രീസൽ. അപ്പോൾ അത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകണമെങ്കിൽ നാളെ നിങ്ങൾ കൊടുന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൊണ്ടിട്ടുണ്ട്, നിങ്ങൾ കൊടുന്ന് നിങ്ങളുടെ കൈ പിടിച്ചാൽ മതി. ഇവിടുന്ന് പൊതുവായിട്ട് വെഞ്ചിരിക്കും, അപ്പോഴാണത് വെഞ്ചിരിക്കപ്പെടുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? എണ്ണ, ഉപ്പ്, വെള്ളം എന്തെങ്കിലും ഓരോന്ന് കൊണ്ടുവരിക. അത് വെഞ്ചിരിച്ച് നിൽക്കൊണ്ടോ. വെഞ്ചിരിച്ച് കഴിഞ്ഞാൽ പിന്നെ സംഭവിച്ച വസ്തുവായിട്ട് കീപ്പപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. വഴിയിൽ നിന്നിട്ടിട്ട് പോകരുത്. അതുപോലെ തന്നെ സോങ് ഷീറ്റോ ഈശോയുടെ പടമുള്ള പേപ്പറുകളോ പുസ്തകങ്ങളോ കിട്ടി അതൊന്നും വഴിയിലിട്ടിട്ട് പോകരുത്. ആളുകൾ ചവിട്ടാൻ ഇടവരുത്തരുത്. അത് യേശുവിൻ്റെ പേരും യേശുവിൻ്റെ രൂപമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ചവിട്ടാനോ അവമതിക്കപ്പെടാനോ ഇടവരുത്തരുതെന്ന്. അതുപോലെ വെഞ്ചരിച്ച വസ്തുക്കൾ അങ്ങനെ തന്നെ. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഇത് നിങ്ങൾ തലേ പതിഞ്ഞോ? വെഞ്ചിരിപ്പ്. പിന്നെ നാളെ സമാപന ദിവസമാണ് എന്ന കാര്യം ഓർമ്മപ്പെടുന്നത്. വേറൊരു കാര്യമുള്ളത്, ഇനിയുള്ളത് ശ്രദ്ധിച്ചു കേട്ടെ. എന്താണെന്നറിയോ? നാളെ സ്തോത്ര കാഴ്ച എടുക്കുമ്പം അച്ഛനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. അട്ടപ്പാടിക്കല്ല, ഇവിടുത്തെ ഇതൊക്കെ കടബാധ്യത ഇല്ലാതെ പോകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുറുപ്പനത്തച്ഛന് നമ്മുടെ ഈ ഹോളി കിങ്സ് പള്ളിയിൽ ഈ കൺവെൻഷൻ നടത്തിയിട്ട് ഒരു ബുദ്ധിമുട്ട് വന്നു എന്ന് ഇടവരുത്തരുത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം. നാളെ 5 രൂപ 10 രൂപ അല്ല, നിങ്ങളുടെ ഒരു ദിവസത്തെ ഒരു കൂലി കൊണ്ടുവന്ന് ഒരു കവർ നടത്തി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. സാധാരണ എല്ലാ സ്ഥലത്തും ദശാംശം കൊടുക്കാനാണ് പറയുക. എന്ന് പറഞ്ഞാൽ ഒരു 1 ലക്ഷം രൂപ വരുമാനമുള്ള ആൾ 10,000 രൂപ ഒരു കവറിൽ കൊടുക്കാനാണ് പറയണത്. പിറവത്ത് എനിക്ക് അങ്ങനെ പറയാൻ തോന്നണില്ല. അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ദിവസത്തെ വരുമാനം കൊടുത്താൽ മതിയാവും. കാരണം നിങ്ങൾ പല ദശാംശങ്ങൾ പല സ്ഥലത്ത് കൊടുക്കുന്നവരാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം ദശാംശം, നിങ്ങൾ റബ്ബറൊക്കെ വിൽക്കുമ്പം ഒരു ദിവസം വരുമാനം എത്രയാണെന്ന് നോക്കുക. അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ദിവസം വരുമാനം എത്രയാണെന്ന് നോക്കുക. അതും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കൂലിപ്പണിക്ക് പോവുകയാണെങ്കിൽ ഒരു ദിവസം 100 രൂപ 200 രൂപ കിട്ടില്ലേ, ഒരു ദിവസം കൂലി അങ്ങോട്ട് ഒരു കവറിനകത്ത് ഇടുക. ആ കൂടത്തിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥനാ നിയോഗം എഴുതി വെക്കുക. എന്നിട്ട് ഇവിടെ കൊടുന്ന് നാളെ ഞങ്ങളുടെ കാഴ്ച സമർപ്പണത്തിൽ സമർപ്പിക്കുക. അത് ഇവിടെ കൊടുന്ന് അച്ഛൻ പ്രത്യേകം ഒന്ന് വെഞ്ചരിച്ചൊന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുടുംബങ്ങളുടെ സാമ്പത്തിക മേഖലകളിലെ കെട്ടുകൾ അഴിയാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നാളെ നടത്തണുണ്ട്. അപ്പോൾ ആ സമയം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഈ സമർപ്പിക്കുന്നത് വഴി നിങ്ങളുടെ മക്കളുടെ ജോലി തടസ്സം മാറിയാൽ മതി. അത് തന്നെ വലിയൊരു നിങ്ങൾക്ക് 1000 ഇരട്ടി മെച്ചമായിരിക്കും. ഈ 100 രൂപ അല്ലെങ്കിൽ ഒരു ദിവസം വരുമാനം നഷ്ടപ്പെടുന്നൊരു നഷ്ടമായിട്ട് കണക്കാക്കണ്ട, നിങ്ങളുടെ കുടുംബത്തിന് വലിയൊരു മെച്ചമായിരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇത് പ്രത്യേകം ഓർക്കുക. ഈ സ്തോത്ര കാഴ്ച എടുക്കുന്നത് അട്ടപ്പാടിക്ക് വേണ്ടി അല്ല. അത് മനത്തോടത്തെ പിതാവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്തുനിന്ന് സ്തോത്ര കാഴ്ച അട്ടപ്പാടിക്ക് കൊണ്ടുവരുന്നില്ല എന്ന് എല്ലാവരും അറിയിക്കണം. പിന്നെ എന്തിനാണ് സ്തോത്ര കാഴ്ച എടുക്കണത്? ഈ സ്തോത്ര കാഴ്ച എടുക്കുന്നത് അതാത് സ്ഥലത്തെ സംഘാടകർക്ക് നഷ്ടകഷ്ടങ്ങളോ കടബാധ്യതയോ വരാതെ അവരൊന്ന് നോർമലായി പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അച്ഛന് കുറച്ച് ഞെരുക്കമുള്ളതായിട്ട് മനസ്സിലാകുന്നതുകൊണ്ടാണ് ഞാൻ ചില കാര്യമായിട്ട് പറയണത്. പ്രൈസ് ദി ലോർഡ്. അച്ഛന് പറയാൻ സന്തോഷമുണ്ട്. കാരണം ഞാൻ പറഞ്ഞ എല്ലാ നിബന്ധനയും അച്ഛൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് പറഞ്ഞത് മധ്യസ്ഥ പ്രാർത്ഥന, കുമ്പസാരിപ്പിക്കാൻ അച്ഛന്മാരെ വിളിക്കണം. അച്ഛന്മാരുടെ സഹകരണം ഇവിടെ വേണം. അത് ഫുള്ള് ഇവിടെയുണ്ട്. രണ്ടാമത് പറഞ്ഞിരുന്നത് ആവശ്യത്തിന് ജനങ്ങൾ വന്നിട്ട് തറയിരുന്നോ ചെളിയിരുന്നോ പറഞ്ഞ് ഞങ്ങളുടെ ചൂണ്ടിക്കാണിച്ചാൽ എനിക്ക് ഇഷ്ടാവില്ല. ജനങ്ങൾ വന്ന ടോപ്പായിട്ട് അവരെ സ്വീകരിക്കണം. കസാര കൊടുത്തിരിക്കണം, നിറച്ച് കസാര. അഞ്ഞിയുടെ സാലയിൽ അതേമാതിരി ഞാൻ ആദ്യ ദിവസം കണ്ട് ഞെട്ടിപ്പോയി കസാര കണ്ടിട്ട്. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ മനസ്സിലായി. 2 ദിവസം കഴിഞ്ഞ് കസാര അന്വേഷിച്ച് കിട്ടില്ലെന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ കസാര മുഴുവൻ ഇവിടെ കൊടുന്ന് സ്റ്റോക്ക് ചെയ്ത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ മൂന്നാമത് കുർബാന അർപ്പിക്കുന്ന സ്ഥലമാണ്. തൊട്ട് മുമ്പിൽ സ്റ്റേജിന് മുമ്പിൽ പന്തലിടണം. ചില സ്ഥലത്ത് വെയിലടിച്ച് നിന്ന് ശുശ്രൂഷ ചെയ്ത് തലയും കറങ്ങി പനിയും പിടിച്ച് വന്നിരിക്കുക. വേറെ എവിടെയാന്ന് ചിന്തിക്കാൻ പോകണ്ട. പക്ഷെ ഇവിടെ നോക്കിയേ, നമുക്കൊരു 4 മണിക്ക് വെയിൽ വന്നാലും കുറച്ചൊക്കെ പേർക്ക് നിൽക്കാതെ ഇത്രയും പന്തലെങ്കിലും ഉണ്ടല്ലോ. പ്രൈസല്ലോ. ഇനി നിങ്ങൾ നന്നായിട്ട് സംഭാവന ചെയ്ത് അടുത്ത വർഷം ഫുള്ള് പന്തൽ പണി കാണാൻ പറ്റും. പ്രൈസല്ലോ. അപ്പോൾ നല്ല വിധം സഹകരിച്ചാൽ നല്ല മക്കൾക്ക് നല്ല കാര്യങ്ങൾ ദൈവം ഒരുക്കും എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. അച്ഛാ പന്തൽ കൂട്ടിക്കോ ഇപ്പോഴല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു, ജനങ്ങളെ ടോപ്പായിട്ട് റെസ്പെക്ട് ചെയ്യണം. അത് അച്ഛൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് കസേരയും പന്തലും എല്ലാ സംവിധാനവും, കുടിക്കാൻ വെള്ളവും, ഒരാൾക്ക് ബുദ്ധിമുട്ട് വരാത്ത വിധത്തിൽ ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഞങ്ങളുടെ കാര്യം ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതെല്ലാം ദൈവമാണ്. പിന്നെ സൗണ്ടും ഒരുവിധം മോശമില്ലാത്ത വിധത്തിൽ തന്നെ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും സാധിക്കുന്ന സ്ക്രീൻ എല്ലാ സ്ഥലത്തും വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ എല്ലാം വെച്ച് നല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ നാളെ സഹകരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു സ്ഥലത്തും പറയാറില്ല. നിങ്ങൾക്ക് എൻ്റെ പ്രാധാന്യം മനസ്സിലാകാൻ വേണ്ടി പറയണതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ ഓഫീസിൽ കൊടുക്കുന്നത് വേറെ. ഇത് ശരിക്കും നിങ്ങളുടെ ഒരു ദിവസത്തെ വരുമാനം എടുത്ത് ഒരു കവറിനകത്താക്കി സ്തോത്ര കാഴ്ച ഈ ബക്കറ്റ് വരുമ്പോൾ ബക്കറ്റിൽ ഇടുന്ന കാര്യമാണ് ഈ പറയണത്. ഹല്ലേലൂയ. അത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്.
ഇനി ഈ ബസ്സിൽ ധാരാളം സംഗതികളുണ്ട്, അത് നിങ്ങൾ ഇന്ന് നാളെയായിട്ട് മുഴുവൻ വാങ്ങിച്ചെടുക്കുക. അത് കുട്ടികൾ എൻ്റെ അടുക്കൽ വരട്ടെ, ഇത് എല്ലാ കുട്ടികൾക്കും ഓരോന്ന് വാങ്ങിക്കൊടുക്കുക. പിന്നെ ചേട്ടന്മാരും ചേട്ടത്തിമാർക്കുള്ളതാണ് ഞായറാഴ്ച ആചരണം എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക സംഗതിയുണ്ട്, അത് എല്ലാ മുതിർന്നവർക്കുള്ളത്. പിന്നെ നല്ല DVD-കൾ, ഇത് കുട്ടികൾ, ചെറിയ കുട്ടികൾ, കിഡ്സിനുള്ളതാണ്. നല്ല നല്ല സിനിമകൾ, ഈ ബൈബിൾ സിനിമകൾ തരാൻ പറഞ്ഞാൽ ഇഷ്ടംപോലെ ബൈബിൾ സിനിമകളുണ്ട്. ഇതൊക്കെ എൻ്റെ ചെറുപ്പകാലത്തിന് കാണാൻ ഭാഗ്യമില്ലാതിരുന്നത് ഞാൻ ഓരോ സ്ഥലത്ത് കണ്ടപ്പോൾ ഇനിയുള്ള കുട്ടികളെല്ലാം കാണട്ടെ എന്ന് വിചാരിച്ച് വാങ്ങിക്കൊടുന്ന് വെച്ചിരിക്കുന്നതാണ്. അത് കുട്ടികളെ ബൈബിൾ സിനിമകളെല്ലാം വേഗം വാങ്ങിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഉള്ളതാണ് ബഹുമാനം. അർഹിക്കുന്നവർക്ക് ബഹുമാനം, ഗൗരവത്തിൽ ചിന്തിക്കുന്നവർക്ക് എല്ലാവർക്കും ഓരോ കോപ്പി വാങ്ങിച്ചു കൊടുക്കുക. ബഹുമാനം അർഹിക്കുന്നവർക്ക് ബഹുമാനം. ഇത് വായിച്ചാൽ നിങ്ങൾക്ക് ചിലർ ഒരു കുടുംബത്തിൽ പല ജീർണതകളും വിട്ടുപോകാനുള്ള ഒരു ഡെലിവറൻസ് നിങ്ങൾക്ക് ഇതുവഴി കിട്ടും. പല അനർത്ഥങ്ങളും വരുത്തുന്നൊരു പാപം ഇതുവഴി ഒഴിഞ്ഞു പോകും. ഇതാണ് ബഹുമാനം അർഹിക്കുന്നവർക്ക് ബഹുമാനം. അപ്പം അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. പിന്നെ ഇതുകൂടാതെ ഒരുപാട് സാധനങ്ങളുണ്ട്, അത് നമ്മുടെ അനൗൺസ് ചെയ്യാൻ നിവൃത്തിയില്ല. നിങ്ങൾ അവിടെ പോയൊക്കെ വാങ്ങുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ 9 മണിക്ക് തീരും. 9 മണിക്ക് തീർന്നു കഴിഞ്ഞാൽ വൈദികരുടെ ബ്ലെസ്സിങ് ഉണ്ട്, അത് മേടിച്ചിട്ടേ പോകാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാം 9 മണിക്ക് അല്ലെങ്കിൽ ഒന്ന് തീരും. അതിനുശേഷം 9 മണി തൊട്ട് ഒരു വേറെ റെക്കോർഡിങ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാൻ ഞാൻ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നില്ല. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, ഷാലോം ചാനലിന് വേണ്ടിയുള്ള 17-ാം തീയതിക്ക് വേണ്ടിയുള്ള ഒരു റെക്കോർഡിംഗ് ആണ്. ഒരു അരമണിക്കൂർ റെക്കോർഡിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. സ്വരം കേട്ട് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് സമയം അനുസരിച്ച് പോകാവുന്നതാണ്. ഇരുന്നാലും കുഴപ്പമില്ല, പോയാലും കുഴപ്പമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം അനുസരിച്ച് എല്ലാം ചെയ്തോളണം. ഇവിടെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ആളുകൾ കണ്ട് പ്രാർത്ഥിക്കാൻ നിവൃത്തിയില്ല. അതിന് പകരം, ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് പകരം നാളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയുണ്ട്. സാധാരണ ലാസ്റ്റ് ദിവസം ആർക്കും വേണ്ടി പ്രാർത്ഥിക്കില്ല. ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തതുകൊണ്ട് നാളെ 9 മണിക്ക് ശേഷം ആരെങ്കിലും കണ്ട കുറച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാ അച്ഛന്മാരും നിൽക്കും. ഇന്ന് ഇത് കഴിഞ്ഞ വൈദികരുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കില്ല, പകരം നാളെ ആയിരിക്കും വൈദികരുടെ പ്രാർത്ഥന ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരിക്കുക. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ മറ്റൊരു റെക്കോർഡിങ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് തന്നെ കരങ്ങൾ കൂപ്പി ആമോഗാനം ആലപിച്ച് ആരാധന ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് സമയം ഇഷ്ടം പോലെയുണ്ട്, ഒന്നും തിരക്ക് പിടിക്കേണ്ട. സമാധാനത്തിൽ നിങ്ങൾ അവിടെ നിന്നാൽ മതി, ബാക്കിയെല്ലാം ദൈവം ചെയ്തോളും. കൈകൾ കൂപ്പി ആരാധന ഗാനം ആലപിക്കാം. പ്രഭയിൽ സിംഹാസനത്തിൽ ദൈവമിതാ അഗ്നിമയമാരൂപികൾ ആദരവോടണി ചേരുന്നിതാ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ഈ രാത്രിയിൽ നമ്മൾ കർത്താവായ ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളും വേദനകളും എല്ലാം സമർപ്പിക്കാൻ പോവുകയാണ്. 2 കരങ്ങളും കൂപ്പിപ്പിടിക്കുകയാണ്. നമ്മളിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ എനിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ പലതരത്തിലുള്ള ദുർസ്വഭാവങ്ങൾ മുളപൊട്ടി വരികയാണ്. അമിതമായ കോപം, നിയന്ത്രണാതീതമായ ആസക്തികൾ, മദ്യപാനത്തിൻ്റെ ദുരാസക്തി, പുകവലിയുടെ ബന്ധനം, വീട്ടിൽ ചെന്ന ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റാത്തത് വെറുപ്പ്, കുടുംബത്തിൽ കലഹം, മക്കൾക്കാണെങ്കിൽ പഠിക്കാൻ തോന്നുന്നില്ല, ദേശത്താണെങ്കിൽ ഓരോ തരത്തിലുള്ള അഹങ്കാരം കട്ടപിടിക്കുകയാണ്. കർത്താവേ, ഈ രാത്രി എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. കർത്താവായ യേശുവേ, ചിലപ്പോഴെല്ലാം നിരാശയും സങ്കടവും വന്ന് എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല, ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, ഞാൻ തന്നെ വിഷമിക്കുകയാണ്. ചിലപ്പോഴെല്ലാം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ചെന്ന് തുടങ്ങുന്നതെല്ലാം പരാജയപ്പെടുകയാണ്, ഒരു പാതാളക്കുഴി പോലെയായി മാറുകയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം എങ്ങനെ വരണത്, എനിക്ക് മാത്രം ഈ തകർച്ച എന്തുകൊണ്ടാണ്? എനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാകാത്ത വിധം പലപ്പോഴും ജീവിതം കൈവിട്ടു പോകുന്ന പോലെ തോന്നുകയാണ്.
കർത്താവെ, അക്ഷരാർത്ഥത്തിൽ എൻ്റെ ഹൃദയം പലപ്പോഴും തളർന്നിരിക്കുകയാണ്. മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിക്കുകയും ഓടുകയും ചാടുകയും ഒരുപാട് കാര്യങ്ങൾ വ്യാപൃതമാവുകയും ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ട് കർത്താവെ, എൻ്റെ ഹൃദയത്തിൽ സങ്കടമുണ്ട്. ഇന്ന് ഈ രാത്രി വരണമേ കർത്താവെ. ആവതില്ല കർത്താവെ, എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല കർത്താവെ. പലപ്പോഴും ഏകാന്തത, അനാഥത്വം എല്ലാം നന്നായി ചെയ്താലും കുത്തുവാക്കും തെറിവാക്കും ചീത്തവിളിയും കേട്ട് എൻ്റെ ഹൃദയം തളരുകയാണ് കർത്താവെ. ഈ ജീവിതത്തിൽ മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ. ചിലപ്പോഴെല്ലാം ചിന്തിച്ചിട്ടുണ്ട്. ചില രാത്രികൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ് കരഞ്ഞ് തലകണ കണ്ണുനീരുകൊണ്ട് കുതിർന്നിട്ടുണ്ട്. യേശുവേ, ഈ രാത്രി എൻ്റെ അരികിലേക്ക് വരണമേ കർത്താവേ. എൻ്റെ വേദന നിറഞ്ഞ ഹൃദയത്തിലേക്ക് അവിടെ നിന്ന് വരണമേ കർത്താവേ. ഞാൻ പ്രാർത്ഥിക്കുന്നു. ആകെ തളർന്നുവല്ലോ, ആവതില്ലെന്നേ ആകെ തളർന്നുവല്ലോ. കഷ്ടതയൊഴിയാതെ ദുഃഖങ്ങളകലാതെ കർത്താവേ ഞാൻ തകർന്നുവല്ലോ. കഷ്ടതയൊഴിയാതെ ദുഃഖങ്ങളകലാതെ കർത്താവേ ഞാൻ തകർന്നുവല്ലോ. ആവതില്ലെന്നേ ആകെ തളർന്നുവല്ലോ. കർത്താവേ, ഈ ഭാരവും ഈ ദുഃഖവുമായി ഞാൻ എങ്ങോട്ട് പോകും കർത്താവേ? യേശുവേ, എന്നെ ആശ്വസിപ്പിക്കാൻ ഈ ലോകത്തിൽ ആരാണുള്ളത്? ഈ തകർന്ന മനസ്സിന്റെ വേദന മനസ്സിലാക്കാൻ ആർക്ക് കഴിയും കർത്താവേ? വീണമിട്ടു വീഴുമേ കുരിശിനു താഴെ നിൽക്കുകയാണു നാഥാ. വീണമിട്ടു വീഴുമേ കുരിശിനു താഴെ നിൽക്കുകയാണു നാഥാ. ഉറ്റവരില്ലാതെ ഉടയവരില്ലാതെ ഹൃദയം തകർന്നു നാഥാ. നീറുമൻ കടങ്ങളും നീളുമൻ കടപ്പാടും പാദതാരിൽ ചേർത്തു വെക്കൂ. നീറുമൻ കടങ്ങളും നീളുമൻ കടപ്പാടും പാദതാരിൽ ചേർത്തു വെക്കൂ. മുറിവുകളേറ്റൊരു യേശുവേ, മുറിവുകളാൽ സൗഖ്യമേകണേ. മുറിവുകളേറ്റൊരു യേശുവേ, മുറിവുകളാൽ സൗഖ്യമേകണേ. മുറിവുകളാൽ സൗഖ്യമേകണേ. രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ജീവിത നൈരാശ്യം, മനോവിഷമം, ആകുലത, ഉത്കണ്ഠ, ടെൻഷൻ, എൻ്റെ ഈ രോഗത്തിൽ തന്നെ എന്നെ രക്ഷിക്കാൻ ആരുമില്ല. ജീവിതത്തിൽ അനാഥത്വ ചിന്ത, എനിക്ക് ജീവിതത്തിൽ ആരുമില്ലാത്ത ഏകാന്തത, എൻ്റെ കഠിനമായ കുറ്റബോധം, ഏകാന്തത, അനാഥത്വ ചിന്ത, മനപ്രയാസം, വിഷാദം, സങ്കടം, എൻ്റെ രോഗത്തെക്കുറിച്ചും കടബാധ്യതയെക്കുറിച്ചുള്ള മനപ്രയാസങ്ങൾ, എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളിലേക്ക് വരണമേ കർത്താവേ. മുറിവുകളേറ്റ യേശുവേ, മുറിവുകളാൽ എന്നെ സുഖപ്പെടുത്തണമേ. ഇരു കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് യേശുവിനെ വിളിക്കുന്നു. യേശുവേ, മുറിവുകളേറ്റൊരു യേശുവേ, യേശുവേ,
പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 മുറിവുകളാൽ സൗഖ്യമേകണേ, മുറിവുകളാൽ സൗഖ്യമേകണേ. യേശുവിന്റെ സന്നിധിയിലുള്ള നിലവിളിക്ക് വലിയ വിലയുണ്ട്. കുരിശിന്റെ വലതുവശത്ത് കിടന്ന ആ കള്ളൻ ജീവിതത്തിന്റെ ജീവിതകാലം മുഴുവൻ ഒരുപക്ഷെ ദൈവത്തെ അറിയാത്തവനായിരുന്നിരിക്കാം. ലോകത്തിന്റെ വഴികളിലൂടെ നടന്നു. മോഷണം, ഒരുപാട് തരത്തിലുള്ള അപകർമ്മശങ്ങൾ, ദുസ്വഭാവങ്ങൾ, ദുശീലങ്ങൾ, തഴക്കദോഷങ്ങൾ, പല പാപങ്ങളിലൂടെ നടന്ന മനുഷ്യനായിരിക്കാം. എന്തായാലും അദ്ദേഹം ഒരു കള്ളനായിരുന്നു എന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ആ കുരിശിന്റെ വലതുവശത്ത് കിടന്നപ്പോൾ സമയവും കാലവും ആളെ മനസ്സിലാക്കി. അവൻ നിലവിളിച്ചു, യേശുവേ, എനിക്ക് പറുദീസ വേണം, എനിക്ക് സ്വർഗം വേണം, എനിക്ക് രക്ഷപ്പെടണം. ആ വലതുവശത്ത് കിടന്ന കള്ളൻ കരഞ്ഞു. ആ കരച്ചിൽ അവന് രക്ഷയായി മാറി. പ്രിയപ്പെട്ട മക്കളെ, ആളെയും സമയവും കാലവും ഒക്കെ മനസ്സിലാക്കണം. ഇതാ യേശു ഇവിടെയുണ്ട്. ഈ സമയം ഹൃദയം തുറങ്ങിയാൽ ഈ കരച്ചിലിന് വിലയുണ്ട്. ഈ നിലവിളിക്ക് വലിയ വ്യത്യാസം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇതിനകത്ത് മദ്യപാനത്തിന് അനുഭവപ്പെട്ട് കിടക്കുന്ന മക്കൾ ഇപ്പോൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. സ്വയംഭോഗത്തിന് അനുഭവപ്പെട്ട് കിടക്കുന്ന മക്കൾ ഇപ്പോൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. വ്യഭിചാരത്തിന് അടിമപ്പെട്ട് കിടക്കുന്നവര്, പാപബോധം നഷ്ടപ്പെട്ടവര്, വർഷങ്ങളായി കുമ്പസാരം ഉപേക്ഷിച്ചവര്, ദേവാലയ കർമ്മങ്ങൾ നകന്നു പോയവര്, വൈദികരോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടവര്, കുടുംബത്തിൽ എപ്പോഴും പരദൂഷണം പറയാനുള്ള പ്രത്യേക പീഡ അനുഭവിക്കുന്നവര്, ഭയത്തിന്റെയും കുറ്റബോധത്തിനെ പിടിയിലിരിക്കുന്നവര്, മക്കളെ, ജീവിതത്തിൽ നരകിപ്പിക്കുന്ന ഭാരം എന്താ? ആ ഭാരം സമർപ്പിച്ചെന്ന് കരയുക. ചിലപ്പോൾ ഒരു മാരക രോഗമായിരിക്കാം. ആ രോഗം സമർപ്പിച്ച് ഇപ്പോൾ യേശുവിന്റെ നാമം വിളിച്ച് കരഞ്ഞാൽ ഈ സമയം വിടുതലുണ്ട്. ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന സമയത്ത് മദ്യപാനത്തിന്റെയും വ്യഭിചാരത്തിന്റെയും തകർച്ചയുടെയും ദുർസ്വഭാവത്തിന്റെയും ദൂഷണത്തിന്റെയും എല്ലാ തരത്തിലുള്ള അന്ധകാരത്തിന്റെയും സ്വഭാവങ്ങളും ആധിപത്യങ്ങളും മാറട്ടെ. കൈകൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. യേശുവിലേക്ക് നോക്കുക. എത്ര ഉറക്കെ യേശുവിനെ വിളിക്കാമോ അത്ര ഉറക്കെ യേശുവിനെ വിളിക്കുന്നു. മനസ്സ് തുറന്ന് യേശുവിനെ വിളിക്കുക. മുറിവുകളേറ്റ യേശുവേ, തകർന്ന യേശുവേ, എന്നെ രക്ഷിക്കണമേ. കൈകൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, യേശുവേ. മുറിവുകളേറ്റൊരൻ യേശുവേ, രാത്രി ഉറക്കം കിട്ടാതെ ഭയപ്പെടുന്ന ഭാരവും ദുഃഖവുമായി കിടക്കുന്ന ഈ സമൂഹത്തിലുള്ള 147 വ്യക്തികളുടെ കുറ്റബോധത്തിന്റെ ബന്ധനം അഴിയുന്നു. സമാധാനം നിറയുന്നു. നഷ്ടപ്പെട്ടിരിക്കുന്ന അനേകം കുടുംബങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതായി ഈശോ വെളിപ്പെടുത്തുന്നു. 2000-ലധികം കുടുംബങ്ങളിൽ ദാരിദ്ര്യത്തിന്റെ പ്രത്യേകമായ സാമ്പത്തികമായ തകർച്ചയുടെയും കടബാധ്യതയുമായ മനപ്രയാസത്തിൽ വേദനിച്ച് നിലവിളിച്ച 2000-ൽ പരം കുടുംബങ്ങളിൽ കർത്താവ് വിടുതലിന്റെ ഒരു ശക്തിയെ അയക്കുന്നതായി വെളിപ്പെടുന്നു. കരഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ടുള്ള പ്രാർത്ഥനാ വരം ഒരു കൃപയായി സമൂഹത്തിൽ നിറയുന്നതായി വെളിപ്പെടുന്നു. ഈ സമൂഹത്തിലെ 700-ൽ പരം കുട്ടികൾക്ക് മാതാപിതാക്കളോട് കൊമ്പ് കോർക്കുന്ന സ്വഭാവം, മുട്ടായുക്തി, ഇത് കർത്താവ് കഴുകുന്നു. തെളിഞ്ഞ ബുദ്ധി നൽകി അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുന്നു. ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയ അനേകരുടെ ഹൃദയങ്ങളിലേക്ക് ദൈവസ്നേഹം തീയായി അഭിഷേകമായി ഇറങ്ങി വ്യാപരിക്കുന്നതായി വെളിപ്പെടുന്നു. എന്ത് ചെയ്താലും ഒരു ഉയർച്ചയും കിട്ടാതെ തകർച്ചയും കടബാധ്യതയും എന്നും കൂടപ്പുറമായി കിടക്കുന്ന അവസ്ഥയുള്ള 73-ലധികം കുടുംബങ്ങളിൽ നിന്ന് തുടരെയുള്ള തകർച്ചയുടെയും കടബാധ്യത ആധിപത്യങ്ങൾ മാറുന്നു. വിടുതൽ ലഭിക്കുന്നു.
കൂപ്പി പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ അപേക്ഷിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ ദേശം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണമേ. നാനാജാതി മതസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈരടി ആലപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായമ്മേ, നിത്യവും പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായമ്മേ, നിത്യവും പ്രാർത്ഥിക്കണമേ. നിത്യവും പ്രാർത്ഥിക്കണമേ. നിമിഷങ്ങളിൽ കൈകൾ കൂപ്പി നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. കൈകൾ കൂപ്പി പിടിക്കാം. പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യേക കൂട്ടായ്മ. സ്നേഹമുള്ള ദൈവമേ, ഇന്ന് ഈ ശുശ്രൂഷ കഴിഞ്ഞ് ഭവനത്തിലേക്ക് പോകുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും സംരക്ഷണം കൊടുക്കണമേ. യാത്ര സുരക്ഷിതമാക്കണമേ. വാഹനങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായിക്ക് ഇടതും വലതുള്ളവർക്ക് സ്തുതി കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പൊതു ശുശ്രൂഷ സമാപിച്ചു. ഇനി ഭവനത്തിലേക്ക് പോകുന്ന സമയമാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും കുട്ടികളെയും കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി പോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ റെക്കോർഡിംഗ് ശുശ്രൂഷ, ഒരു അരമണിക്കൂർ നേരത്തെ ചെറിയ റെക്കോർഡിംഗ് ശുശ്രൂഷ ആരംഭിക്കും. ആ റെക്കോർഡിംഗ് ശുശ്രൂഷ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴികളിലൊക്കെ പോകാവുന്നതാണ്. ബസ്സുണ്ട്, ബസ് സന്ദർശിക്കാം. ഓഫീസുണ്ട്, ഓഫീസ് സന്ദർശിക്കാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ